ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇന്നലെ രാത്രിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് യൂട്യൂബർ റിൻസി MDMA ആയിട്ട് പിടിയിൽ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ. അത് കേട്ടിട്ട് അവരുടെ ഫോട്ടോ ഒന്നും കൊടുത്തില്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ഒന്ന് പേടിക്കുമല്ലോ. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ബന്ധുക്കളെ വിളിച്ച് ചോദിച്ചു. രാത്രി ആയതുകൊണ്ട് രാവിലെ ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേനും നിലമ്പൂരിൽ നിന്ന് എന്റെ നാത്തൂനും ഋഷിയും സൈചേട്ടനും കൂടെ വിളിച്ചിട്ട് ചോദിച്ചു, നീ അവിടെ ഉണ്ടോ? അവർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയൊന്നും പോവില്ല എന്ന്. പക്ഷെ എന്നാലും ഒരു ടെൻഷൻ, നമ്മളെ പെടുത്താവല്ലോ ആർക്ക് വേണേലും. അപ്പൊ ആണ് നമ്മൾ വിവരങ്ങൾ അറിയുന്നത്. അപ്പൊ ചേട്ടൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു തന്നു. പിന്നീടുള്ള വാർത്തയിൽ പുള്ളിക്കാരത്തിയുടെ ഫോട്ടോയും ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ആദ്യത്തെ വാർത്തയിൽ അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കുമല്ലോ. അപ്പം ഞാനല്ല ആള്, വേറെ ആളാണ്. നമ്മൾ ഇതുവരെ അങ്ങനത്തെ എന്താ പറയാ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യത്തുമില്ല. പക്ഷെ നമ്മളെ പെടുത്താമല്ലോ പലർക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മൾ അങ്ങനെയൊന്നും പെടാതെ പ്രാർത്ഥനയുടെ ശക്തിയിലൊക്കെ നമ്മൾ അങ്ങനെ പോകും. പക്ഷെ ചിലരെങ്കിലും അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ട് ചെറുതായിട്ടെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല കേട്ടോ. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് അവരുടെ ഫോട്ടോസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ജോൺസന് ഷോപ്പാണ്, സ്പെയർ പാർട്സിന്റെ ഷോപ്പാ. അവിടെ നിൽക്കുന്ന രജീഷിന് രജീഷ് രാവിലെ വിളിച്ചിട്ട് ഞാനിപ്പോ എന്താ മറുപടി പറയണ്ടേ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഒരു വീഡിയോ പോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, നമ്മളെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ബായ്.